വിഷയമാണ്. മന്ത്രി ഇത് മോഡിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ബാക്കിയെല്ലാം സംസാരിച്ചതൊക്കെ ബാക്കിയുള്ള പട്ടയ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. കാരണം കേരളത്തിൽ ഈ ഡാമുകളെല്ലാം നിലവിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി? അർത്ഥം 26/12/24 ഉത്തരവ് തന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. മതിയായ ആലോചനകളോടുകൂടി ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. അതിന്റെ കാരണം നാളിതുവരെ കേരളത്തിൽ ഈ പറയപ്പെടുന്ന ഏരിയയിൽ ഒരു നിർമ്മിതിക്കുള്ള അപേക്ഷ പോലും ഇല്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ MLA-മാരായിട്ട് കൂടി വേണമെങ്കിൽ കൂടിയാലോചിച്ച് നമുക്ക് കോമൺ ഒരു സംരക്ഷണം ആവശ്യമുള്ള മേഖല നിർത്താം. അതുകൊണ്ട് 26/12 ഉത്തരവ് നിലനിൽക്കുമെന്ന് അർത്ഥം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതിന്റെ പ്രശ്നം പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഈ ഡാമുകൾ നിലവിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ഇതുവരെ ഇല്ലാത്തൊരു റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ ഈ 26/12 ഉത്തരവിലൂടെ 24 ഉത്തരവിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഡാമുകളെല്ലാം വൃഷ്ടിപ്രദേശം മുഴുവൻ ജണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇടുക്കിയിലെ ഈ ഡാമിൻ്റെ പരിസരത്ത് ഇവിടെ പട്ടയം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ തീരുമാനം? പണ്ട് 2006 ഗവൺമെൻറ്, അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എടുത്ത തീരുമാനം, ജണ്ട കെട്ടിയ പ്രദേശത്ത് ഒരു കാരണവശാലും പട്ടയം കൊടുക്കാൻ പാടില്ല. ഈ ഡാമുകളുടെ ജണ്ട കെട്ടിയിരിക്കുന്നതിൻ്റെ പുറത്തേക്കുള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കുക. ഇപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. പിന്നെ എന്തിനാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഇടുക്കി ജില്ലയിലെ ഡാമിൻ്റെ ജണ്ട കെട്ടിയതിന് അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു? 10 ജയിലിലും 3 ജയിലിലും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. പട്ടയം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ആരെങ്കിലും പേരിൽ സ്ഥലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പട്ടയം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ കേരളത്തിലെ എല്ലാ ഡാമുകളുടെ സ്ഥലത്തും ഈ 20 മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണും പിന്നീടുള്ള 100 മീറ്റർ ചുറ്റളവ് NOCയുമായിട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. സാർ, ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് അങ്ങ് പറഞ്ഞത് ഹൈക്കോടതി ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയിലെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹൈക്കോടതിയിലെ കേസിൻ്റെ വർഷം എഴുതിയിട്ടില്ല ആ ഓർഡറിൽ. WPC നമ്പർ 26/710 എഴുതിയേക്കണം. ഞങ്ങൾ വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോൾ അത് 2024 കേസാണ്. 2024 ഈ കോടതിയിൽ കേസ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ ഈ ഗവൺമെന്റ് 23 തന്നെ NOC സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ ഹൈക്കോടതിയിലെ ഈ കേസ് വരുന്നതിന് മുമ്പ് ഹൈക്കോടതിയിലെ കേസാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ശരിയല്ല. ഹൈക്കോടതിയിൽ ഈ കേസ് വന്നത് 2024. നിങ്ങൾ 2023 നിങ്ങളുടെ ഉത്തരവുണ്ടല്ലോ GMS നമ്പർ 2223 നമ്പർ 2223 23 തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് NOC സംബന്ധിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ദ ചെയർപേഴ്സൺ shall take urgent necessary action for the formulation of guidelines which will govern the process of issuance of NOC in the subject matter എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനു മുമ്പേ തന്നെ തുടങ്ങി. ഹൈക്കോടതിയുടെ പ്രത്യേക ഡയറക്ഷൻ ഇല്ല. ഇതിൻ്റെ പ്രശ്നം എന്താ? ഒന്ന് കേരളത്തിൻ്റെ ജനസാന്ദ്രത നമ്മൾ പരിഗണിക്കും. പിന്നെ പല ജില്ലകളിലും ഈ പറയുന്നത് ഫോറസ്റ്റ് ആക്ട്, നീർത്തട സംരക്ഷണ നിയമം, CRZ ഒരുപാട് പ്രശ്നങ്ങളാണ്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് നമുക്ക് വീട് വയ്ക്കാനൊക്കെ ഉള്ളത്. ഈ 10 സെന്റിൽ താഴെയുള്ള ഒരാൾക്ക് അവിടെ പിന്നെ എവിടെ പോയി വീട് വയ്ക്കും? ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ൊന്നും എതിരായിട്ടുള്ള സമീപനമല്ല ഞാനിവിടെ സംസാരിച്ചത്. 10 സെന്റിൽ ഭൂമി വെക്കുന്നതിനെ കുറിച്ചുള്ള തടസ്സത്തെക്കുറിച്ചും ബാധകമല്ല. അവിടെയാണല്ലോ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചത് 10,000-കണക്കിന് കുടുംബങ്ങൾക്ക്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ് ഉണ്ടായത്? ഡാം സേഫ്റ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന സബ്ജക്റ്റ് ഇല്ലാതെ പോയി. അപ്പോൾ ഒരു ഗ്യാപ്പ് നിന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു നോംസ് വേണം. ഇപ്പോൾ PWD റോഡാണെന്നിരിക്കട്ടെ, PWD റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം പട്ടയഭൂമിയാണെങ്കിലും കെട്ടിട നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് കൊടുക്കുമ്പോൾ ആ PWD നോംസിൻ്റെ NOCക്ക് അടിസ്ഥാനത്തിലല്ലേ കൊടുക്കാൻ പറ്റൂ. എന്തെങ്കിലും ഒരു കണ്ടീഷൻ വേണമല്ലോ. അത് നമുക്ക് പറയട്ടെ, അത് എന്തെങ്കിലും നമുക്ക് ആലോചിക്കാം. അതിനെക്കുറിച്ച് തർക്കമില്ല. പിന്നെ കേരളത്തിലെ എല്ലാ ഡാമുകളും ഒരേ സ്ഥിതിയിലല്ലല്ലോ. പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും വിഷയങ്ങളും പല വിധത്തിൽ ബാധിക്കും. അതുകൊണ്ട് പൊതുവായി ഈ 26 ഇറക്കിയിരിക്കുന്ന ഉത്തരവ് സാക്ഷി ചെയ്യുന്നു എന്താണ് വേണ്ടത്. ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ആശങ്കയില്ലാതെ ചെയ്യുന്നതിന് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ വെച്ച് അതിൻ്റെ പേരിലാണ് ആക്ട് പോയപ്പോൾ നമുക്ക് മറ്റൊന്നില്ല. അപ്പം അതിനൊരു കൺസേൺ വേണമല്ലോ എന്തെങ്കിലും. അങ്ങനെ ഒരു നിലയില്ലാതെ ഇന്ന് ഒരിടത്തും നിർമ്മാണം നടക്കുന്നില്ലല്ലോ. ഇതിനോട് ഒരു വിയോജിപ്പും ഇല്ല. ഗവൺമെന്റ് തത്വത്തെ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുക മാത്രമാണ് ചെയ്തത്. ഒരാശയവും കുഴപ്പം ഉണ്ടായ സ്ഥിതിയിൽ അത് പരിശോധിക്കാനും തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളൊരു കൺഫ്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം 100% ശരിയാണ്.
എന്ന് അദ്ദേഹം പോസിറ്റീവായി പറയുകയും ചെയ്തു. മന്ത്രി ഗവൺമെന്റും സമ്മതിച്ചു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബിൽഡിംഗ് റൂൾസ് അവിടെ ആപ്ലിക്കബിൾ അല്ലേ? PWD റോഡിന്റെ സൈഡിൽ ഡാമിന്റെ അടുത്താണെങ്കിലും പണിയാൻ പറ്റുമോ? ആ റൂളൊക്കെ എല്ലായിടത്തും ബാധകമാണ്. ഈ ഡാമിന്റെ പരിസരത്ത് വീട് വെക്കുമ്പോൾ ബിൽഡിംഗ് റൂൾസ് ആപ്ലിക്കബിൾ ആണ്. PWD റോഡിന്റെ അടുത്ത് വീട് വെക്കുന്നതൊക്കെ ആപ്ലിക്കബിൾ ആണ്. അതിന്റെ മീതെ നിലവിലുള്ള ബിൽഡിംഗ് റൂൾസിന്റെയും നിലവിലുള്ള PWD റൂളിന്റെയും ഒക്കെ തലയ്ക്ക് മീതെയാണ് പുതിയ ഈ ഓർഡർ വന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് നടപ്പാക്കി ഇരിട്ടി ടൗൺ വരെ റെസ്ട്രിക്ഷൻ വരും. ഇരിട്ടി ടൗൺ വരെ ഇതനുസരിച്ച് ഇപ്പോൾ ഉള്ള പ്രോബ്ലം ഇങ്ങനെ ഒരു ഓർഡർ നിലനിൽക്കുമ്പോൾ, ഞാൻ എൻ്റെ ഒരു പ്രായോഗിക കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഓർഡർ നിലനിൽക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാര് ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഒരു ഉറപ്പ് വന്നാൽ മതി, ഈ ഓർഡർ പിൻവലിക്കും എന്നൊരു ഉറപ്പ് വന്നാൽ മതി. അല്ലേ? പറഞ്ഞില്ല പറഞ്ഞാൽ മതി അല്ലേ? ബഹുമാനപ്പെട്ട ശ്രീ LOP അദ്ദേഹം സംസാരിക്കട്ടെ. 12-24 ഇറക്കിയ ഉത്തരവ് ആശങ്കകളും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നതാണെന്ന് ബോധ്യം വന്ന സ്ഥിതിയിൽ ആ ഉത്തരവ് നടപ്പാക്കിയാല. അതിനനുയോജ്യമായ കാര്യങ്ങൾ കൂടി ആലോചിച്ച് ചെയ്യാം. ഇത് രണ്ടും നേരത്തെ പറഞ്ഞതാണ്. സാർ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ അത് പരിഷ്കരിക്കുമെന്ന് പറഞ്ഞത്. ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ, അത് നടപ്പാക്കില്ലെന്ന്. ഉത്തരവ് പിൻവലിക്കണം. ആ ഉത്തരവ് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഗവൺമെന്റ് ഇഷ്യൂ ഉത്തരവ് പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? ഞങ്ങൾ സമ്മതിച്ചു. ഓർഡർ കോളിംഗ് അറ്റൻഷൻ ആണ്. ഇന്നത്തെ ആദ്യത്തെ കോളിംഗ് അറ്റൻഷൻ ഈ സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ K. വിജയന്റേതാണ്. അങ്ങ് തന്നെ ഒരു മാതൃക കാണിച്ചുകൊണ്ട് സമയകൃത്യത പാലിച്ച് അവതരിപ്പിച്ചാൽ പൊതുവിൽ നമുക്ക് ബിസിനസ് സ്മൂത്തായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗം ശ്രീ K. വിജയൻ ഇതിനകത്ത്